This is Dila here. So ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ്. എയർക്രാഫ്റ്റ് ബ്ലാക്ക് ബോക്സ് അല്ലെങ്കിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബ്ലാക്ക് ബോക്സ് എന്താണെന്നും അതിന്റെ ഉപയോഗം എന്താണെന്നുമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടാണ് ന്യൂസിൽ നേപ്പാളിൽ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നായിരുന്നു. നേപ്പാളിൽ ഒരു വിമാനം തകർന്നായിരുന്നു. പൈലറ്റ് മാത്രം അതിന് സർവൈവ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ശൗര്യ എയർലൈൻസ് എന്നാണ് ആ എയർലൈൻസിന്റെ പേര്. അപ്പൊ അവരുടെ ബ്ലാക്ക് ബോക്സ് കിട്ടി എന്ന് പറഞ്ഞ ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിയത്. ബ്ലാക്ക് ബോക്സ് എന്താന്ന് വെച്ചാൽ അത് ഫസ്റ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് കളർ അല്ല, അത് ഓറഞ്ച് കളറാണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പ്ലെയിൻ അപകടമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് ഫുള്ള് കത്തിക്കരിഞ്ഞ് കിടക്കുമായിരിക്കും. അപ്പൊ നമ്മളെ കണ്ണിന് പെട്ടെന്ന് എല്ലാം കറുപ്പായിരിക്കും. പെട്ടെന്ന് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അത് ഒരു ബ്രൈറ്റ് കളർ ഓറഞ്ച് കളറിൽ വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഈ ബ്ലാക്ക് ബോക്സ് എന്താ ചെയ്യുന്നത്? ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തില് അത് രണ്ടെണ്ണം ഉണ്ടാവും, ഫ്രണ്ടിലും കാണും ബാക്കിലും കാണും. ഓക്കെ, അപ്പൊ ഈ ബ്ലാക്ക് ബോക്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഡേറ്റ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഓക്കെ, അതിന് ടെക്നിക്കലി പറയുന്നത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്നാണ്. ഓക്കെ, അപ്പം ഈ ഡേറ്റ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ ഫ്ലൈറ്റിൽ നടക്കുന്ന ഫ്ലൈറ്റിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പ്ലെയിൻ എത്ര വേഗത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എത്ര അടി ഉയരത്തിലാണ് നിൽക്കുന്നത്, അതിന്റെ എഞ്ചിന്റെ പാരാമീറ്റേഴ്സ് എങ്ങനെ, അതിന്റെ ആക്സിലറേഷൻ എങ്ങനെ, അപ്പം ആ ഫ്ലൈറ്റിന്റെ ഡേറ്റ കാര്യങ്ങൾ, ഫ്ലൈറ്റിന്റെ സിസ്റ്റത്തിന്റെ കാര്യങ്ങളെല്ലാം, അതേപോലെ ഈ ഫ്ലൈറ്റിലെ കമ്മ്യൂണിക്കേഷൻസ്, എഞ്ചിന്റെ സൗണ്ട് എങ്ങനെയാണ്, അതേപോലെ പൈലറ്റും കോ പൈലറ്റുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ്, ക്യാബിൻ ക്രൂ ആയിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ്, അതേപോലെ എയർ ട്രാഫിക് കൺട്രോൾ താഴെ ഗ്രൗണ്ടുമായിട്ടുള്ള ഇൻഫർമേഷൻസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഈ ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു വിമാന അപകടം സംഭവിക്കുമ്പോൾ ആദ്യം ബ്ലാക്ക് ബോക്സ് കിട്ടിയോ എന്നൊക്കെ എല്ലാവരും പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയ ആ പ്ലെയിനിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, അല്ലെ ആ പ്ലെയിൻ എന്തുകൊണ്ടാണ് ക്രാഷ് ആയത് എന്നൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. എവിടം തൊട്ടാണ് ആ സിഗ്നൽ കട്ടായി പോയത്, അല്ലെങ്കിൽ ആ ലാസ്റ്റ് ആ പൈലറ്റ് എന്താണ് പറഞ്ഞത്. ഇപ്പൊ നോർമലി പൈലറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മെയ്ഡേ എന്ന് പറയും. മെയ്ഡേ ആണ് നോർമലി ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ പൈലറ്റ് മെയ്ഡേ എന്ന് ഒരു കോൾ സൈൻ പറയും. അതെന്താന്ന് പറഞ്ഞാൽ ഏവിയേഷൻ ടേംസിൽ കോൾ സൈൻ ആണത്. മെയ്ഡേ എന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റിൽ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നും അവർക്ക് ഹെൽപ്പ് വേണം, ഇമ്മീഡിയറ്റ് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സൈനാണ്. അതാണ് മെയ്ഡേ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ബ്ലാക്ക് ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്ന ടൈറ്റാനിയം മെറ്റൽ കൊണ്ടാണ്. പിന്നെ അതേപോലെ ഈ ബ്ലാക്ക് ബോക്സ് എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിറകിന്റെ ബാക്കിൽ നോർമലി നമ്മൾ ഈ പ്ലെയിൻ അപകടം സംഭവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലെയിൻ ഇങ്ങനെ വന്നിട്ട് മൂക്കുത്തിയായിരിക്കും വീഴുന്നത്. ഇങ്ങനെ വന്ന് വാലുകൊണ്ട് ഇങ്ങനെ വീഴില്ല, എപ്പോഴും ഇങ്ങനെ വന്നിട്ട് മൂക്കിടിച്ചറിയും വീഴുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ ഫ്രണ്ട് പൈലറ്റ് ഇരിക്കുന്ന സ്ഥലവും പിന്നെ ആ ഫ്രണ്ടിലെ പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, അവർ അത്രയും ഭാഗമാണ് കൂടുതൽ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ അങ്ങനെ വെക്കാറില്ല. ഫ്രണ്ടിലുണ്ട്, ഇപ്പൊ ഫോർവേഡ് എൻഡിൽ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. പക്ഷെ ബാക്കിൽ നമ്മൾ വിങ്ങിന്റെ അടുത്താണ്, അതിന് എംപണേജ് എന്ന കറക്റ്റ് ടേം പറയുക, അല്ലെങ്കിൽ ടെയിൽ അസംബ്ലി. അപ്പൊ അവിടാണ് ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നശിച്ചു പോകും, എന്നാലും പ്രോബിലിറ്റി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ചേക്കുന്നത്. അപ്പം അവിടെയാണ് ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് ഇരിക്കുന്നത്. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണെന്ന് അറിഞ്ഞാത്തതുകൊണ്ടാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ടെക്നിക്കലി അറിയണമെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ ടെക്നിക്കൽ എന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ആയിട്ട്. അപ്പൊ അതെനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അത് പിന്നെ പറയുമ്പോൾ അത് ബോറും അടിക്കും കുറെ പേർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ. സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. ദിസ് ഇസ് ദില സൈനിങ് ഓഫ്.